Hello, how are you? I'm fine. I'm fine. I'm fine. I'm fine. I'm fine. I'm fine. ഇങ്ങനെ നിങ്ങൾക്ക് ഐ എം ഫൈൻ പറഞ്ഞ് മടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയില് നമുക്ക് വെറൈറ്റി ആയിട്ട് എങ്ങനെയൊക്കെയാണ് ഹൗ ആർ യു എന്ന് ചോദിക്കുക. പിന്നെ ഈ ഹൗ ആർ യു നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം സിമ്പിൾ ആയിട്ട് വെറൈറ്റി ആയിട്ട് എങ്ങനെയാ പറയാൻ നോക്കാം. ആദ്യമായിട്ട് ചോദ്യം എങ്ങനെ ചോദിക്കാമെന്ന് എളുപ്പം മനസ്സിലാക്കാം. ഹൗ ആർ യു ചോദിക്കുന്നതിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രേസ് ആണ് ഹൗ ആർ യു ഡൂയിങ്. എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്യുന്നത് എന്നാണ് ശരിക്കും അർത്ഥം വരുന്നത് അല്ലെ, ലിറ്ററലി. പക്ഷെ അതിന് ശരിക്കുള്ള അർത്ഥം ഹൗ ആർ യു തന്നെയാണ്. ഹൗ ആർ യു ഡൂയിങ്. ഇപ്പൊ കുറച്ച് സ്പീഡിൽ പറഞ്ഞ ഹൗ യു ഡൂയിങ്. Hey Fernando. Hey, how are you doing? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ ഹൗ ഹാവ് യു ബിൻ, എങ്ങനെയുണ്ട് എന്നുള്ള അർത്ഥം തന്നെയാണ് ഹൗ ഹാവ് യു ബിൻ. ഈ ബീനെ പൊതുവെ ഞാൻ കേട്ടിരിക്കുന്നത് ബിൻ എന്ന് പറയുന്നതാണ് കേട്ടോ. ഹൗ ഹാവ് യു ബിൻ. അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേറൊരു രീതി ഹൗ ഹാവ് തിങ്സ് ബിൻ വിത്ത് യു. എങ്ങനെയുണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, ഹൗ ഹാവ് തിങ്സ് ബിൻ വിത്ത് യു. ഇനി ഇത്രയും നീളത്തിൽ പറയണ്ട, കുറച്ച് ചുരുക്കി പറയണമെങ്കിൽ വാട്ട്സ് ഗോയിങ് ഓൺ, എന്തൊക്കെയാണ് നടക്കുന്നത്. വാട്ട്സ് ഗോയിങ് ഓൺ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യണത്, വാട്ട്സ് ഗോയിങ് ഓൺ. അല്ലെങ്കിൽ ഇനിയും ചുരുക്കണമെങ്കിൽ വാട്ട്സ് ന്യൂ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്, വാട്ട്സ് ന്യൂ. അത്രയും മാത്രം ചോദിച്ചാൽ മതി, വാട്ട്സ് ന്യൂ. ഇനി ഹൗ ഡു യു ഡു എന്ന് പറഞ്ഞ പ്രയോഗമുണ്ട്, നമ്മൾ ഇപ്പൊ അധികം കാണാറില്ല. ആദ്യമായിട്ട് നമ്മളിവിടെ കാണുമ്പോൾ ഹൗ ഡു യു ഡു എന്ന് ചോദിക്കും. ഇപ്പൊ എങ്ങനെയാ പിന്നെ ആൾക്കാർ പറയാ വാട്ട്സ്ആപ്പ്. നമ്മൾ നല്ല പരിചയമുള്ള ആൾക്കാർ നമ്മൾ കാണുകയാണെങ്കിൽ വാട്ട്സ്ആപ്പ്. വാട്ട്സ്ആപ്പ് അല്ല, വാട്ട്സ്ആപ്പ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ തന്നെയാണ് അതിന്റെ അർത്ഥം. ഇനി ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം. ഞാൻ നന്നായിരിക്കണമെന്ന് പറയാൻ ഐ എം ഡൂയിങ് ഗുഡ്, അല്ലെങ്കിൽ ഭയങ്കര നന്നായിട്ടുണ്ടെങ്കിൽ ഐ എം ഡൂയിങ് ഗ്രേറ്റ്, എല്ലാം അടിപൊളിയാണ്. ഹൗ അബൌട്ട് യു, താങ്കളുടെ കാര്യങ്ങൾ എങ്ങനെയാ, ഹൗ അബൌട്ട് യു. ഹൗ അബൌട്ട് യു. Hey, how are you? I am good. How are you? അപ്പൊ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ മറുപടിയാണ് ഐ എം ഡൂയിങ് ഗ്രേറ്റ്. ഹൗ അബൌട്ട് യു, താങ്കളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഇനി ഹൗ ആർ യുന് നമുക്ക് നന്നായിരിക്കണമെന്ന് മാത്രം പറയണമെങ്കിൽ ഗുഡ് യു. അപ്പൊ ഒരു യു മാത്രം മതി അവിടെ. യു, ആ ടോൺ ശ്രദ്ധിക്കണേ. ഗുഡ് യു അങ്ങനെ പറയരുത്. ഗുഡ് യു, ഗുഡ് യു, അങ്ങനെ തന്നെ ചോദിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ താങ്കൾക്ക് എങ്ങനെയുണ്ടെന്നൊന്നും പൊതുവെ ഒരു അർത്ഥം വരാറില്ല. ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹലോ പറയില്ലേ, അതേ ആ മീനിങ് ഇപ്പം ഹൗ ആർ യു പറയുമ്പോഴുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഒരു മെസ്സേജോ മെയിലോ ആയിട്ട് നമുക്ക് വരിക ഹായ് വിനി, ഹൗ ആർ യു, ഐ വോണ്ട് ടു നോ അബൌട്ട് ദിസ്, ഈ കാര്യത്തെ കുറിച്ച് അറിയണം. അപ്പൊ നമ്മൾ അതിന്റെ ഉത്തരമായിട്ട് ഹൗ ആർ യു ചോദിച്ചില്ലേ, എന്റെ പ്രശ്നങ്ങളൊക്കെ ആദ്യം പറയാമെന്ന് വിചാരിക്കരുത്. ഹായ് ഐ എം ഗുഡ് അത്രയും പറഞ്ഞാൽ മതി. എന്നിട്ട് ബാക്കി ആ ഇമ്പോർട്ടന്റ് കാര്യമില്ലേ അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറയാം. അല്ലാതെ ഹൗ ആർ യുവിന് പറയുന്ന വിശദമായിട്ട് അവിടെ പറയണ്ട കേട്ടോ. പക്ഷെ നേരിട്ട് നമ്മൾ കാണുമ്പോൾ ഹൗ ആർ യു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൾക്ക് നമ്മുടെ അടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതാണെങ്കിൽ പറയാം. അല്ലെങ്കിൽ അത് വെറുതെ ഒരു ഹലോ മാത്രമായിട്ട് കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഹേയ്, അങ്ങനെ ഒരു ഉത്തരം മതി അതിന് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ഹായ്, ആ ഹലോ പറയണതിന്റെ പോലെ തന്നെ ഉത്തരം കൊടുത്താലും മതി. ഇനിയിപ്പോ നന്നായിരിക്കണോ, വളരെ നല്ല സന്തോഷത്തിലാണെങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യങ്ങൾ ഐ എം ഗുഡ്, അല്ലെങ്കിൽ ഐ എം ഗ്രേറ്റ്, അല്ലെങ്കിൽ ഫാന്റാസ്റ്റിക്, അല്ലെങ്കിൽ പ്രിറ്റി ഗുഡ്. നല്ലതാണ് തന്നെയാണ് അർത്ഥം, പ്രിറ്റി ഗുഡ്. കുറച്ച് ഫോർമൽ ആണെങ്കിൽ നമുക്ക് വെരി വെൽ, താങ്ക് യു, നന്നായിരിക്കണം തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയണെങ്കിൽ നോട്ട് ബാഡ്. അപ്പൊ അങ്ങനെ ഭയങ്കര നല്ലതെന്ന് പറയുന്നതിന് പകരം കുഴപ്പങ്ങളൊന്നുമില്ല, നോട്ട് ബാഡ്. അല്ലെങ്കിൽ ഇതന്നെ ചിലപ്പോൾ ചില ആൾക്കാർ പറയണ ഒരു രീതി നത്തിങ് ടു കംപ്ലൈൻ അബൌട്ട്, കംപ്ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല എന്ന്. ഓക്കെ ഗുഡ് എന്നൊക്കെ പറഞ്ഞാൽ മതി, പക്ഷെ ഒരു രീതിയാണ്. എനിക്കിങ്ങനെ കംപ്ലൈന്റ് പറയാൻ മാത്രം ഒന്നുമില്ല, എല്ലാം നന്നായിരിക്കുന്നു. അപ്പോൾ മോശമായിട്ട് അല്ല കേട്ടോ അത്, നോട്ട് ബാഡും പിന്നെ നത്തിങ് ടു കംപ്ലൈൻ അബൌട്ട് അതൊക്കെ പറയുമ്പോൾ നന്നായിരിക്കണം തന്നെയാണ് അർത്ഥം. ഓരോരോ രീതിയിൽ ആൾക്കാർ അത് ഉപയോഗിക്കുന്നു മാത്രം. ഐ ഹാവ് ബിൻ ബെറ്റർ, ഞാൻ ഇതിനേക്കാളും നല്ല അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം എന്താ, ഇപ്പൊ അത്രയ്ക്ക് നല്ല അവസ്ഥ അല്ല എന്നല്ലേ. അപ്പൊ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നമ്മള് ഓ വാട്ട് ഹാപ്പൻഡ് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ വൈ, വാട്ട്സ് റോങ് അങ്ങനെ നമുക്ക് ചോദിക്കാം. അപ്പോ ഐ എം ഗുഡ്, ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന് കംപ്ലൈൻ അബൌട്ട്, അല്ലെങ്കിൽ നോട്ട് ബാഡ്, ഇങ്ങനത്തെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മൾ നന്നായിരിക്കണം എന്ന് പറയുന്ന കാര്യങ്ങളല്ല ആള് പറയണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് ഐ ഹവ് ബീൻ ബെറ്റർ, അല്ലെങ്കിൽ നോട്ട് സോ ഗുഡ്, അത്രയ്ക്ക് നല്ലതല്ല, നോട്ട് സോ ഗുഡ്, അല്ലെങ്കിൽ നോട്ട് സോ വെൽ, നന്നായിരിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ എന്തായാലും തിരിച്ചു ചോദിക്കണം കേട്ടോ, അയ്യോ എന്താ പറ്റിയെന്ന്. അപ്പോൾ ഹൗ ആർ യു, നോട്ട് സോ ഗുഡ്, ഓക്കെ എന്ന് പറഞ്ഞു പോകരുത്, എന്താണ് പറ്റിയത് എന്തായാലും ചോദിക്കണം. അപ്പൊ എങ്ങനെ ചോദിക്കാത്, വൈ, വാട്ട്സ് റോങ്, എന്താ പ്രശ്നം, എന്ത് പറ്റിയേ, വൈ, എന്താ പറ്റിയേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അവസ്ഥയിലാണെന്ന് പറയണത്, വൈ, വാട്ട്സ് റോങ്, എന്താണ് പ്രശ്നം, വാട്ട്സ് റോങ്.
നിങ്ങൾക്കോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഹൗ അബൌട്ട് യു അല്ലെങ്കിൽ വാട്ട് അബൌട്ട് യു രണ്ടും ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഏതൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഹൗ ആർ യു വരാറുണ്ട്. ഇപ്പൊ ഈ ഹൗ ആർ യു ഐ എം ഫൈനിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുറെ വേർഡ്സും ഫ്രേസസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. ഒരു കുറച്ചുണ്ടെങ്കിലും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, എന്നിട്ട് തരം കിട്ടുമ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.